നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവാണ്. ചാപ്റ്ററിന്റെ പേരാണ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ കുറച്ച് റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ആ റിയാക്ഷനെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ള കാര്യം പഠിക്കണം. നമുക്ക് ഇക്വിലിബ്രിയം രണ്ട് രീതിയിലുണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രീതിയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഫിസിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ്. നോക്കിക്കേ, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ നടക്കുവാണ്. A+B എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് A+B എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. A+B എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? നമുക്ക് C+D എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പൊ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു പ്രോഡക്റ്റ് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി C+D എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്തു? റിയാക്ട് ചെയ്ത് നമുക്ക് A+B എന്ന് പറയുന്ന ആ ഒരു റിയാക്ടന്റിനെ തന്നെ നമുക്ക് എന്ത് കിട്ടി? തിരിച്ചും കിട്ടി. അപ്പൊ ഇങ്ങനെ രണ്ട് റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് റിയാക്ഷൻസ്. ഈ റിയാക്ഷൻ നമ്മൾ മുമ്പോട്ട് നടക്കുമല്ലോ. ഇപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പം ഇത് രണ്ടും എന്താ? സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇങ്ങനത്തെ ആരോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള ആരോസ് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരുതേണ്ട കാര്യം, ഇവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എന്ത് സംഭവിക്കുന്നുണ്ട്? സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷനകത്താണ് എന്ത് കാണപ്പെടുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത്. ഫോർവേഡ് റിയാക്ഷനിലല്ല. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസുകളാണല്ലോ എന്ത് കാണപ്പെടുന്നത്? ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അപ്പം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, അപ്പൊ ഒരു കണ്ടീഷൻ അങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്തുണ്ടാകുന്നു? പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പൊ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ റേറ്റ് ഓഫ് ഫോർവേഡ് നമുക്കറിയാം. ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാ കാണുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ടൈം ഉണ്ടാകും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് രണ്ടിന്റെ റേറ്റ് എന്താണ്? ഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് എങ്ങനെയായിരിക്കും? അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. റിയാക്ടന്റ് എന്താകുന്നു? പ്രോഡക്റ്റ് ആകുന്നത് നമ്മൾ ഫോർവേഡ് റിയാക്ഷനും, പ്രോഡക്റ്റ് എന്താകുന്നു? റിയാക്ടന്റ് ആകുന്നതിനെ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എന്ത് ചെയ്യുന്നു? സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കും എന്തുണ്ടാകുന്നത്? ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടാകുന്നത്. അപ്പം ഇക്വിലിബ്രിയം ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. റേറ്റ് ഓഫ് റിയാക്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ കോൺസെൻട്രേഷൻ ടേമിലാണല്ലോ നമ്മൾ എഴുതുന്നത്. അതേപോലെ റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനത്തുള്ള ആ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന. അപ്പൊ നമ്മൾ റേറ്റിനെ എങ്ങനായിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ ബേസിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റേറ്റിനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് ഇക്വിലിബ്രിയം എന്നാണ്. ഇക്വിലിബ്രിയം ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഫിസിക്കലും കെമിക്കലും ആണ്. അപ്പൊ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഫോർവേഡിലും നടക്കുന്നുണ്ട്, ബാക്ക്വേർഡിലും നടക്കുന്നുണ്ട്. അതായത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുകയാണെങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് എന്ത് ചെയ്തു? തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന സിസ്റ്റത്തിലാണ് എന്തുണ്ടാകുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എന്താകുന്നു? ഈക്വൽ ആകുന്നു. അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറൊരു രീതിയിൽ പറയാൻ പറ്റും. ദ
കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ആ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് K. Kയെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു ഇക്വിലിബ്രിയത്തിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ കെമിക്കൽ എന്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഈ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് നടക്കുന്ന കാര്യം എന്തുവെന്ന് ചോദിച്ചാൽ ഫേസ് ട്രാൻസ്ഫർമേഷൻസ് ആണ് നടക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഏതൊക്കെ ഫേസ് അറിയാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, അങ്ങനെ കുറെ സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഈ 3 കാര്യങ്ങളില്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇവരുടെ ഫേസ് ട്രാൻസ്ഫർമേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ഇക്വിലിബ്രിയത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, സോളിഡ് എന്താകുന്നു, ലിക്വിഡ് ആകുന്നു. തിരിച്ച് ലിക്വിഡ് എന്താകുന്നു, സോളിഡ് ആകുന്നു. ലിക്വിഡ് ഗ്യാസ് ആകുന്നു. ഗ്യാസ് എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ആകുന്നു. സോളിഡ് ഡയറക്റ്റ് എന്തായിട്ട് മാറുന്നു, ഗ്യാസ് ആയിട്ട് മാറുന്നു. ഗ്യാസ് എന്ത് ചെയ്യുന്നു, തിരിച്ച് സോളിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇത്രയും രീതിയിലുള്ള ഫേസ് ട്രാൻസ്ഫർമേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ പറയാൻ പോവാം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എടുക്കുന്നത് വാട്ടറിനെയാണ്. ഇവിടെ എല്ലാം നമ്മൾ എന്താണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ആരെയാണ്, വാട്ടറിനെയാണ്. നോക്കിക്കേ, അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഐസ് ആൻഡ് വാട്ടർ ആർ ഇൻ ഇക്വിലിബ്രിയം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഐസും വാട്ടറും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ബോത്ത് ഒപ്പോസിംഗ് പ്രോസസ് ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി. ഇപ്പൊ നമ്മൾ പറയാണ് ഐസ് വാട്ടർ എന്താകുന്നു, വാട്ടർ ഐസ് ആകുന്ന റിയാക്ഷൻ, വാട്ടർ ഐസ് ആകുന്ന റിയാക്ഷൻ. എന്നിട്ട് ഐസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് വാട്ടർ ആക്കാൻ പറ്റത്തില്ലേ, ഐസിനെ നമുക്ക് എന്താക്കാൻ പറ്റും, വാട്ടർ ആക്കാൻ പറ്റും. അങ്ങനെ ഈ രണ്ട് റിയാക്ഷൻസും എങ്ങനെ ആയിരിക്കും, സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ബോത്ത് പ്രോസസ് അറ്റ് ദ സെയിം റേറ്റ്. അപ്പം റേറ്റ് ഓഫ് വാട്ടറിന്റെ പ്രോസസ്സിന്റെ റേറ്റും ഐസിന്റെ റേറ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് ഐസ് ആൻഡ് വാട്ടർ അറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. എമൗണ്ട് ഓഫ് ഐസും വാട്ടറും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ വാട്ടർ എടുത്ത് നമ്മൾ എന്താക്കുന്നു, ഐസ് ആക്കുന്നു. ഇത് എന്തിനൊരു എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സോളിഡ് ലിക്വിഡ് എക്സാമ്പിൾ ആണ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിനെ ഐസ് ആക്കുന്നു, ഐസിനെ വാട്ടർ ആക്കുന്നു. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്ന എവിടാ, സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ റേറ്റ് എന്താകും, സെയിം ആകും. എമൗണ്ട് ഓഫ് ഐസും എമൗണ്ട് ഓഫ് വാട്ടറും എന്താകും, കോൺസ്റ്റന്റ് ആകും. അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. ഇനി അടുത്ത അതേപോലെ തന്നെയാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. നമ്മുടെ വാട്ടർ തന്നെ, വാട്ടർ ലിക്വിഡിന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു, വേപ്പർ ആക്കുന്നു. അപ്പൊ വേപ്പർ ആക്കുന്ന സമയത്ത് ഈ രണ്ട് നടക്കുന്നത് എങ്ങനെയാണ്, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അതേപോലെ ഇവിടുത്തെ എമൗണ്ട് ഓഫ് വാട്ടറും അതേപോലെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറും എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അത് കഴിഞ്ഞ് അതേപോലെ തന്നെയാണ് സോളിഡ് വേപ്പർ. അപ്പൊ ഇതിനകത്ത് ഒരാളെ പഠിച്ചാൽ മതി. എക്സാമ്പിൾസ് എല്ലാം ആരാണ്, നമ്മുടെ വാട്ടർ ആണ്. സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം, വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡ്. നമ്മൾ ഇനി ഈ സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് ലിക്വിഡ്, എമൗണ്ട് ഓഫ് ലിക്വിഡ്, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡിന്റെ വേപ്പറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യം കെമിക്കൽ ഇക്വിലിബ്രിയത്തെയും ഫിസിക്കൽ ഇക്വിലിബ്രിയത്തെയും പറ്റിയിട്ടാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താ, ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുകയോ പ്രോഡക്റ്റ് റിയാക്ടന്റ് ആകുകയോ ചെയ്യുന്ന റിയാക്ഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുമ്പോഴാണ്. നമ്മൾ ഇക്വിലിബ്രിയത്തെ സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് കെ ആണ്. കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. അത് നമ്മൾ പറയുന്ന അടുത്ത ഇക്വിലിബ്രിയം ആണ് എന്ത്, ഫിസിക്കൽ ഇക്വിലിബ്രിയം. അവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് ട്രാൻസ്ഫർമേഷൻസ് ആണ് നടക്കുന്നത്. അതായത് സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു, സോളിഡ് ഗ്യാസ് ആകുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ആണ്. വാട്ടർ ഐസും ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പൊ ഓരോന്നിന്റെയും കണ്ടീഷൻസ് ആണ് പറയുന്നത്. സോളിഡ് ലിക്വിഡ് എന്താണ്, ലിക്വിഡ് വേപ്പർ എന്താണ്, സോളിഡ് വേപ്പർ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡിന്റെ വേപ്പറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് ലിക്വിഡ്. ഇപ്പൊ ചില ലിക്വിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് വേപ്പർ ആയിട്ട് പോകും. പിന്നെ എമൗണ്ട് ഓഫ് ലിക്വിഡിന്റെ എമൗണ്ടിനനുസരിച്ച്, പിന്നെ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് വേപ്പറൈസേഷൻ എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാകും. ഓക്കെ ആണല്ലോ.
ഇനി നമുക്ക് അടുത്തൊരു കാര്യം പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ജനറൽ ആയിട്ട് എന്താണ് ഇക്വിലിബ്രിയം ഫിസിക്കൽ സ്റ്റേറ്റ് നടക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ ഇക്വിലിബ്രിയം പോസിബിൾ ഒൺലി ഇൻ ലിക്വിഡ് ക്ലോസ്ഡ് സിസ്റ്റം. നമുക്ക് ഈ നോക്കട്ടെ. അപ്പം ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം പോസിബിൾ ആകുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോഡൈനാമിക്സിലാണ് സിസ്റ്റം സറൗണ്ടിങ്സ് എന്നൊക്കെ പറയുന്ന ടേംസുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മളെല്ലാവരും ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ഉൾപ്പെടുന്ന അല്ലാതാണ്ട് എന്റെ ഈ ഒരു സ്ക്രീൻ, നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻ മൊത്തം എന്താ ഒരു സറൗണ്ടിങ്സ് ആണ്, ഒരു സറൗണ്ടിങ്സ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് ഈ ഒരു പോയിന്റിനെയാണ് ഞാൻ പറയുന്നതിരിക്കട്ടെ. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് എന്റെ സിസ്റ്റം. അതായത് ഒരു സറൗണ്ടിങ്സിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു ഇക്വിലിബ്രിയം പോസിബിൾ ആകണമെങ്കിൽ അതെന്തായിരിക്കണം, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്. അപ്പം ഇക്വിലിബ്രിയം എപ്പോഴും നടക്കേണ്ടത് എവിടാന്ന് ചോദിച്ചാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം. സിസ്റ്റം എന്താന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഈ കാണപ്പെടുന്ന ഇത്രയും ഭാഗമുണ്ട്, ഇത്രയും ഇത് ഒരു സർക്കിളാണ്. ആ സർക്കിളിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഞാൻ കണ്ട ഈ ഒരു പോയിന്റിനെ മാത്രം എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതെന്റെ സിസ്റ്റമാണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അതെന്ത് പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഒരു ഇക്വിലിബ്രിയം നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം, ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം. If both both opposing process occurs at same rate and system is dynamic and stable condition. നമ്മളിവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ റേറ്റ് ഓഫ് റിയാക്ടന്റെ റേറ്റും പ്രോഡക്റ്റിന്റെ റേറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കുമെങ്കിൽ അത് എന്താണെന്ന് പറയാം, അതൊരു ഡൈനാമിക് സ്റ്റേറ്റിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ഡൈനാമിക് കണ്ടീഷൻ ആണെന്ന് പറയാം. പറഞ്ഞ മനസ്സിലായോ? രണ്ടത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകത്തില്ലേ, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്നതിന്റെ റേറ്റുകൾ സെയിം ആണെങ്കിൽ അതൊരു പ്യുവർ ഫോം ആയിരിക്കും. അത് സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ, അത് ഡൈനാമിക് സ്റ്റേറ്റിലാന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ഇൻ എ സിസ്റ്റം ഓൾ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആർ റിമെയിൻ കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിലെ എല്ലാ മെഷറബിൾ പ്രോപ്പർട്ടീസും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താ മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് ഗ്യാസ്, ഇതെല്ലാമാണ് എന്ത്, മെഷറബിൾ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാ, നമ്മുടെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇവരൊക്കെയാണ് ഇതിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ്. മറന്നു പോവരുതേ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം എപ്പോഴാണ് നടക്കുന്നത് നമ്മൾ പറയാണ്, ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം. അവരുടെ ബോത്ത് ഒപ്പോസിംഗ് പ്രോസസ് എന്തായിരിക്കണം, സെയിം റേറ്റ്, അതായത് റിയാക്ടന്റെ റേറ്റും പ്രോഡക്റ്റിന്റെ റേറ്റും എന്തായിരിക്കണം, സെയിം റേറ്റിലായിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ മെഷറബിൾ പ്രോപ്പർട്ടീസും എന്തായിരിക്കണം, കോൺസ്റ്റന്റ്. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കുന്നുള്ളൂ, ഇക്വിലിബ്രിയം നടക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ, ഇക്വിലിബ്രിയം നടക്കുന്നുള്ളൂ. അതേപോലെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാണ്, നമ്മുടെ ഫിസിക്കൽ ഇക്വിലിബ്രിയവും ഫിസിക്കൽ ഇക്വിലിബ്രിയവും ഫിസിക്കൽ ഇക്വിലിബ്രിയവും നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം, ഇപ്പൊ നമ്മൾ രണ്ട് ഇക്വിലിബ്രിയം പറഞ്ഞല്ലോ. അതിൽ ഫിസിക്കൽ ഇക്വിലിബ്രിയവും നമ്മൾ പറഞ്ഞു, കെമിക്കൽ ഇക്വിലിബ്രിയവും നമ്മൾ പറഞ്ഞു. ഇത് രണ്ടിനും എന്ത് നേച്ചർ ആയിരിക്കും, ഇവരുടെ റേറ്റ് നമ്മൾ പറഞ്ഞ രണ്ടിടത്തും എന്താ, റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്താണ്, ഈക്വൽ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം ഇവർ രണ്ടുപേരും എന്ത് കണ്ടീഷൻസ് ആയിരിക്കും, ഇവർ രണ്ടുപേർക്കും ഡയനാമിക് ക്യാരക്ടർ ആയിരിക്കും, ഡയനാമിക് ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണേ, രണ്ടുപേരും എന്താ, ഡയനാമിക് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താന്ന് നമ്മൾ പറഞ്ഞു, ഡൈനാമിക് ഇൻ നേച്ചർ ആന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അല്ലെ സെയിം ആണ്. അതുകൊണ്ടാണ് അത് ഡൈനാമിക് നേച്ചർ ആണെന്ന് പറയുന്നത്. ഫിസിക്കൽ ഇക്വിലിബ്രിയവും ഡൈനാമിക് ആണ്, കെമിക്കൽ ഇക്വിലിബ്രിയവും എന്താണ്, ഡൈനാമിക് ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താന്ന് പറഞ്ഞു, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്താന്ന് പറഞ്ഞു, ഇക്വിലിബ്രിയം ഉണ്ടാകേണ്ട കണ്ടീഷൻസിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതായത് നമ്മൾ എപ്പോഴും നമ്മൾ കോൺസെൻട്രേഷനെ സൂചിപ്പിക്കുന്ന നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ടായിരിക്കും. റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്നാണ് സൂചിപ്പിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മളൊരു കാര്യം പറയാൻ പോവാണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നൊരു കാര്യം പറയാണ്. നോക്കിക്കേ, നമ്മൾ ഇവിടെ റിയാക്ഷൻ നടക്കുകയാണ്, എ പ്ലസ് ബി എന്തായിട്ട് മാറുന്നു, സി പ്ലസ് ഡി ആയിട്ട് മാറുന്നു.
Consider a general case, reversible reaction with the passing time. There is decrease in concentration of reactant A and B and increasing concentration of product C and D. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം റിയാക്റ്റന്റ് ആരാ? എയും ബിയും അല്ലേ മക്കളെ? എയും ബിയും ആണ് റിയാക്റ്റന്റ്. എയും ബിയും എന്താ? നമ്മുടെ റിയാക്റ്റന്റ് ആണ്. അപ്പൊ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, അതായത് ഒരു ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? റിയാക്റ്റന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും മക്കളെ? കുറയും. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? C+D എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പൊ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആകുന്നു, കൂടുന്നു. നമ്മള് ഇവിടെ പറഞ്ഞ ഈ റിയാക്ഷനിൽ എന്ന് വെച്ചാൽ A+B എന്ത് ചെയ്യുന്നു? റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് നമുക്ക് എന്ത് നടക്കുന്നു? നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ആ ഡിക്രീസിങ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു ആൻഡ് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ ആണല്ലോ? വെൻ ടു റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് സെയിം റേറ്റ് ആൻഡ് സെയിം ടൈം, നമുക്കൊരു സെയിം ടൈമിലും സെയിം റേറ്റിലും നടക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്താന്ന് പറയാം? ഇക്വിലിബ്രിയത്തിലാണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാകുന്ന ആളുകളെ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മളിവിടെ ഒരു ഗ്രാഫ് വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. ഒന്നാമത്തെ ഒരു കാര്യം നോക്കിക്കേ, ഒന്നാമത്തെ എയും ബിയും ആണ്. എയുടെയും ബിയുടെയും ഗ്രാഫ്, ഞാൻ ആ എയുടെയും ബിയുടെയും ഗ്രാഫ് റിയാക്ടന്റെ മാത്രം ഞാൻ വരയ്ക്കുവാണേ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന റിയാക്ടന്റെ മാത്രം ഗ്രാഫ് ഞാൻ വരയ്ക്കുക. നമുക്ക് റിയാക്ടന്റിനകത്ത് കോൺസെൻട്രേഷൻ, അത് നമ്മൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കുമല്ലോ. റിയാക്ടന്റിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അത് ഇവിടെ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ എന്താ? ടൈം ആണ്. അപ്പൊ ആ ടൈം കൂടുവാണ്, റിയാക്ഷൻ നടക്കുക. അപ്പൊ നമ്മുടെ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കുന്നു? റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ? അതാണ് എന്ത്? കോൺസെൻട്രേഷൻ ടൈം ഇൻ റിയാക്ടന്റിന്റെ കേസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോഡക്റ്റിന്റെ കേസ് പറയാണ്. പ്രോഡക്റ്റിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ എന്താ? കോൺസെൻട്രേഷൻ വേഴ്സസ് എന്താ? ടൈം ഗ്രാഫ് എടുത്തു. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഞാൻ എടുത്തു. നമുക്കറിയാം, ഒരു റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നതാണ്ട്? ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ഈ രണ്ട് റിയാക്ഷൻസും, അതായത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്ന റിയാക്ഷൻസ് എന്താ? സൈമൾട്ടേനിയസ്. ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും എന്താ? സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഈ കാണുന്ന ഗ്രാഫ് എന്തിന്റെ ഗ്രാഫാ? റിയാക്ടന്റിന്റെ ഗ്രാഫാണ്. ഈ കാണുന്ന ഗ്രാഫ് എന്തിന്റെ ഗ്രാഫാന്ന് ചോദിച്ചാൽ റിയാക്ടന്റിന്റെ. ഈ കാണുന്ന ഗ്രാഫ് എന്തിന്റെ ഗ്രാഫാ മക്കളെ? ഇത് പ്രോഡക്റ്റിന്റെ ഗ്രാഫാണ്. ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഇവർ എന്താകും? ഈക്വൽ ആകും. ആ ഈക്വൽ ആകുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞേ? അപ്പൊ റിയാക്ടന്റെയും നമ്മളെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു, പ്രോഡക്റ്റിന്റെയും ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പഠിച്ചു. രണ്ട് റിയാക്ഷൻ എങ്ങനെയാ നടക്കുന്നത്? സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തേ ഉള്ളൂ? ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാകത്തില്ല. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ? ഒരു സിംഗിൾ ഹെഡഡ് ആരോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സിംഗിൾ ഹെഡഡ് ആരോ ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അത്രേ ഉള്ളൂ. പ്രോഡക്റ്റ് ഈസ് ഫോംഡ് വിൽ നോട്ട് റിയാക്ട് ബാക്ക് ടു റിയാക്ടന്റ് അണ്ടർ ദി സെയിം കണ്ടീഷൻ. നമുക്ക് എന്താകത്തില്ല? C+D എന്താകത്തില്ല? A+B ആകത്തില്ല. അപ്പൊ ഇങ്ങനെ ഇറിവേഴ്സിബിൾ റിയാക്ഷനകത്ത് ഡെൽറ്റ യു എന്ന് വെച്ചാൽ ചേഞ്ചിങ് ഹീറ്റ് ആണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ആരാണ്? ചേഞ്ചിങ് ഹീറ്റ് ആണ്. മക്കളെ, ഈ ഡെൽറ്റ യു ഒക്കെ എന്താന്ന് ചോദിച്ചാൽ തെർമോഡൈനാമിക് വേർഡ്സുകളാണ്, അത് നമ്മൾ പഠിക്കും. ഡെൽറ്റ യു എന്ന് വെച്ചാൽ ചേഞ്ചിങ് ഹീറ്റ് ആണ്. ഓക്കെ, ചേഞ്ചിങ് ഹീറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഡെൽറ്റ ജി ആണ്. ഡെൽറ്റ ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിബ്സ് എനർജി. എന്താ വിളിക്കുന്നത്? ഗിബ്സ് എനർജി എന്നാണ് നമ്മൾ ഡെൽറ്റ ജിനെ വിളിക്കുന്നത്, ഗിബ്സ് എനർജി.
അപ്പൊ നമ്മുടെ ഇറിവേഴ്സിബിൾ റിയാക്ഷനകത്ത് ഡെൽറ്റ യുവും ഡെൽറ്റ ജിയും എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തിനാണ് ഈ ഡെൽറ്റ ജി? ഈ ഡെൽറ്റ ജി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ ജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. ആര്? നമ്മുടെ ഡെൽറ്റ ജി തെർമോ ഡയനാമിക് ഫംഗ്ഷൻ ആണ്. ആര്? നമ്മുടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത്. മക്കളെ സോറി, ഇത് ഹീറ്റ് അല്ല, ഇത് എനർജി ആണ്. ചേഞ്ചിങ് എനർജി ആണ് മക്കളെ, ചേഞ്ചിങ് എനർജി ആണ്, ഹീറ്റ് അല്ല, എനർജി ആണ്. ഓക്കെ. അപ്പം ഇതെന്ന് വെച്ചാൽ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. നമുക്കിവിടെ ഒരു പ്രോസസ് സൈമൾട്ടേനിയസ് ആയിട്ടാണോ നടന്നത് അല്ലെ സ്പോണ്ടേനിയസ് ആയിട്ടാണോ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കൊരു റിയാക്ഷൻ തരുന്നു. ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ടാണോ? എന്ത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷൻ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷനെ ഇവിടെ കൊണ്ടുവച്ചേക്കുക. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം ഇവിടെ റൂം ടെമ്പറേച്ചറിലാണ്, ഇവിടുത്തെ ഒരു കണ്ടീഷനിലും ഞാൻ എന്ത് വരുത്തുന്നില്ല, ചേഞ്ച് വരുത്തുന്നില്ല. അതിന് ഈ റിയാക്ഷൻ എന്ത് ചെയ്തു? ഇത് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? C+D ആയിട്ട് മാറുന്നു. അങ്ങനെ സ്വയമേ ഉണ്ടാകുന്ന റിയാക്ഷൻ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടൻസ് ഒന്നും ഇല്ലാണ്ട് സ്വയമേ നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്തുണ്ടായിരിക്കത്തില്ല? നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകളൊന്നും എവിടെ ഉണ്ടാകത്തില്ല? നമ്മുടെ സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് ഉണ്ടാകത്തില്ല. അപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് എന്തുണ്ടാകത്തില്ല? നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് കൊടുക്കുകയോ ടെമ്പറേച്ചർ കൊടുക്കുകയോ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും ഇല്ലാണ്ട് സ്വയമേ നടക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ നമ്മുടെ ഈ ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി അല്ലെ ഗിബ്സ് എനർജി കൊണ്ട് നമ്മൾ എന്താന്ന് ചോദിച്ചാൽ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഗിബ്സ് ഫ്രീ എനർജി കൊണ്ട് നമുക്കൊരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഓക്കെ. ജിയുടെ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്നാണ്. എച്ച് മൈനസ് ടി എസ് എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് എച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ആണ് ഹീറ്റ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഡെൽറ്റ ജി എന്തോ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനങ്ങ് പറയുവാണേ. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ? ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ. ഇനി നമുക്കറിയാം അടുത്ത എന്താ? എസ് എന്ന് പറഞ്ഞ വേറൊരു ടൈം ആണ്, അതാണ് എൻട്രോപ്പി. ആരാണ്? എൻട്രോപ്പി ആണത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ പറഞ്ഞു ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാന്ന് പറഞ്ഞു? ഡെൽറ്റ ജി ആന്ന് പറഞ്ഞു. അതായത് ഗിബ്സ് എനർജി ആന്ന് പറഞ്ഞു. അപ്പം ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താ മക്കളെ? ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താ? 0നേക്കാൾ കുറവാണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണ്? 0നേക്കാൾ കുറവാണെങ്കിൽ അതെന്താ? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. കാരണം അവിടെ എന്ത് വേണ്ട? എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. എന്നാൽ ഡെൽറ്റ ജിയുടെ വാല്യൂ 0നേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താ? നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇത് നമ്മൾ എവിടെയും പഠിക്കും? നമ്മൾ ഇക്വിലിബ്രിയത്തിലും നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ. സ്പോണ്ടേനിയസ് ആണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണ്? ഈക്വൽ ടു 0 ആണെങ്കിൽ അവരെന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇക്വിലിബ്രിയവും നമ്മുടെ ആരും തമ്മിൽ, ഡെൽറ്റ ജിയും തമ്മിലുള്ള ബന്ധം എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? നോക്കിക്കേ. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടും ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻസിനെ പറ്റിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്നു, പ്രോഡക്റ്റ് തിരിച്ചെന്താകുന്നു? റിയാക്ടന്റ് ആകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുകയും ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു? രണ്ട് ഗ്രാഫുകൾ വരച്ചു. റിയാക്ടന്റെ ഗ്രാഫും ഞാൻ വരച്ചു, പ്രോഡക്റ്റിന്റെ ഗ്രാഫും ഞാൻ വരച്ചു. ഓക്കെ ആണല്ലോ. റിയാക്ടന്റെ ഗ്രാഫും ഞാൻ വരച്ചു, പ്രോഡക്റ്റിന്റെ ഗ്രാഫും വരച്ചു. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻസും റിവേഴ്സിബിൾ റിയാക്ഷനിൽ ബാക്ക്വേർഡ് ഫോർവേഡ് റിയാക്ഷൻ സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഒരുമിച്ചാണ് നടക്കുന്നത്, ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഞാൻ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടാകും? ഇങ്ങനെയായിരിക്കും അതിന്റെ കർവ് പോകുന്നത്. റിയാക്ടന്റെ റേറ്റ് എന്ത് ചെയ്യും? കുറഞ്ഞു 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 പോകുന്നു. പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ത് ചെയ്യുന്നു?
കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു, കൂടി 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 പോകുന്നു. എന്നിട്ട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇവരെന്താകുന്നു, കോൺസ്റ്റന്റ് ആകുന്നു. ആ ടേമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പറഞ്ഞത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താന്നാ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഉണ്ടാകുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് കണ്ടീഷൻസ് ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും അറ്റ് ദിസ് സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റില്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എനർജിയും ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജിയാണ്. അപ്പൊ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ ജി നോക്കുക. ഡെൽറ്റ ജിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിപ്പോ ഒരു റിയാക്ടന്റിനെ എടുത്ത് വെച്ചു, ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, പ്രഷർ കൊടുക്കുന്നില്ല, ടെമ്പറേച്ചർ കൊടുക്കുന്നില്ല, വോളിയം കൊടുക്കുന്നില്ല, ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അവർ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന റിയാക്ഷൻ ആണ്, അങ്ങനത്തെ റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് എന്ത്, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ ഡെൽറ്റ ജിയുടെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ അവർ എന്തായിരിക്കും, സ്പോണ്ടേനിയസ് റിയാക്ഷനും. ഡെൽറ്റ ജിയുടെ വാല്യൂ 0നേക്കാൾ കൂടുതലാണെങ്കിൽ അവർ എന്തായിരിക്കും, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. അവിടെ എന്തുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ അവർ എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡൈനാമിക് നേച്ചർ ഓഫ് ഇക്വിലിബ്രിയം. നമുക്കറിയാം നമ്മുടെ അമോണിയയുടെ പ്രോസസ് ഉണ്ട്. അമോണിയ സിന്തസിസ് എന്ന പ്രോസസ്സിന്റെ പേരാണ് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആരാ, ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പോഞ്ചി അയൺ ആണ്. ആരാണ്, സ്പോഞ്ചി അയൺ ആണ്. നമ്മുടെ ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ചി അയൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് നൈട്രജനും ഉണ്ടായിരിക്കും, ഹൈഡ്രജനും ഉണ്ടായിരിക്കും. Equilibrium is attained in particular temperature. At the equilibrium, the concentration of N2, H2, NH3 remains constant. അതായത് ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്ന ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാ, നൈട്രജന്റെയും ഹൈഡ്രജനോട് ചേർന്ന് ആരുണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ NH3 ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു എന്ത് വരും, ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു എന്ത് വരും, NH3യുടെ കോൺസെൻട്രേഷൻ. ഇവരെ വെച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ എന്താ, സെയിം റേറ്റിൽ നടക്കുവാണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞോളേ. നോക്കിക്കേ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റി നമ്മൾ പറയാം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവരെന്താണ്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൈനാമിക് നേച്ചർ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റിയിട്ടാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Kc എന്നാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ ഒരു റിയാക്ഷൻ നടക്കുവാണ്. എ പ്ലസ് ബി എന്ത് ചെയ്യുന്നു, എ പ്ലസ് ബി എന്ത് ചെയ്യുന്നു, എ പ്ലസ് ബി റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാകുന്നു, സി പ്ലസ് ഡി. അപ്പൊ ഇവരെ എങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ എങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കേ, നമുക്കറിയാം കെ, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു കെനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കിക്കേ, കെയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇവിടെ എങ്ങനെയാ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, കോൺസെൻട്രേഷൻ പ്രോഡക്റ്റ് ആരൊക്കെയാ ഇവിടെ, ഇവിടുത്തെ പ്രോഡക്റ്റ്, ഇവിടുത്തെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇവിടുത്തെ റിയാക്ഷനകത്ത് എ പ്ലസ് ബി എന്താകുന്ന റിയാക്ഷൻ, എ പ്ലസ് ബി എന്താകുന്ന റിയാക്ഷൻ, സി പ്ലസ് ഡി ആകുന്ന റിയാക്ഷൻ, സി പ്ലസ് ഡി ആയി. അപ്പൊ ഇതെന്താ, ഇത് റിയാക്ടന്റും ഇതെന്താണ്, പ്രോഡക്റ്റും ആണ്. കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ കെ സി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, കെ സി ഈസ് ഈക്വൽ ടു എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ എന്ത് വരും, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് വരും. അപ്പൊ നമുക്ക് കേസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചത്, കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, കെ എന്ന് തരുന്നാലും എന്ത് തന്നെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്.
Value of equilibrium constant for a particular reaction is remains constant depend upon only in temperature of this reaction independent of concentration of reactant. അതായത് ഇതെന്താ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴാണ് കോൺസ്റ്റന്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അവർ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അവർ ആര് ഇൻഡിപെൻഡന്റ്, കോൺസെൻട്രേഷൻ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ് എന്തിന്റെ, റിയാക്ടന്റിന്റെ. The value of equilibrium constant is inversed when reaction is reversed. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻവേഴ്സ്ഡ് ആകുമ്പോൾ റിയാക്ഷൻ എന്തായാലും റിവേഴ്സ്ഡ് ആയിരിക്കും. ഇനി നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കെ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ആകുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരണം? ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയില്ലേ, കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരുന്നു? റൂട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്, ഇതൊന്നും എക്സാമിന് ചോദിക്കൂല. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ന്യൂ ഇക്വേഷൻ സ്ക്വയർ ഓഫ് കെ ആണെങ്കിൽ അതെന്തായിരിക്കും? മൾട്ടിപ്ലൈങ് വിത്ത് എന്തായിരിക്കണം? 2 ആയിരിക്കണം. അത് അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാറ്റലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റിയാക്ഷനകത്തോട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ റിയാക്ഷൻസ് വിൽ നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയത്തിന്റെ വാല്യൂവിനെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂവിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മുടെ കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഒരു റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഒരു റിയാക്ഷന്റെ സ്പീഡ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻവേഴ്സ്ഡ് ആകുവാണെങ്കിൽ റിയാക്ഷൻ എന്താകും? റിവേഴ്സ്ഡ് ആകുന്നു. ഇനി നമ്മുടെ ആ ഇക്വേഷനകത്ത് സ്ക്വയർ റൂട്ട് ഓഫ് കെ വരുവാണെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ന്യൂ ഇക്വേഷൻ സ്ക്വയർ ഓഫ് കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. കാറ്റലിസ്റ്റിനെ ആര് അഫക്ട് ചെയ്യുന്നില്ല? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? എടാ ഇവിടെ 10⁻³ 10⁻³ എന്ന് തന്നെ ചില സമയത്ത് നമുക്ക് കേസ് ഈസ് ലെസ് ദാൻ 1 എന്നും കേസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നും തരാം. ഇങ്ങനെ തന്നാലും ശരിയാണ്. അപ്പൊ നോക്കിക്കേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10⁻³ കൂടുതലാണെങ്കിൽ ഇക്വിലിബ്രിയം റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും? ഫോർവേഡ് ഡൊമിനന്റ് ആയിരിക്കും. ഫോർവേഡ് ആയിരിക്കും മൂവ്മെന്റ് ഉണ്ടാകുക. കേസ് എന്തല്ല 10⁻³ ആണെങ്കിൽ എന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. എന്നാൽ മോഡറേറ്റ് വാല്യൂ ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യത്തില്ല? ബാക്ക്വേർഡും ഫോർവേഡും റിയാക്ഷൻസ് ഉണ്ടാക്കത്തില്ല. അപ്പൊ കെ ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ വാല്യൂ പഠിച്ചില്ലെങ്കിലും ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ്. ഇക്വിലിബ്രിയം രണ്ട് രീതിയിലുണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം നടക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അതായത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്ന റിയാക്ഷൻ. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടേം ഉണ്ടാകുന്നത്. അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്നു. അല്ലെങ്കിൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും എന്താകുന്നു? സെയിം ആകുന്നു. ഇനി നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് കെ ആയിരിക്കും. അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. ഇക്വിലിബ്രിയം എവിടെ വരുന്നു? ഫിസിക്കൽ കണ്ടീഷനിൽ വരുമ്പോൾ അവിടെ ഫേസ് ട്രാൻസിഷൻ ആണ് ഉണ്ടാകുന്നത്. ഇക്വിലിബ്രിയം എവിടെ വരുമ്പോഴാ? ഫിസിക്കൽ സ്റ്റേറ്റിൽ വരുമ്പോൾ അവിടെ ഫേസ് ട്രാൻസിഷൻ ആണ് ഉണ്ടാകുന്നത്. സോൾഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാട്ടർ ആണ്. അപ്പൊ ഐസ് വാട്ടർ ആകുന്നു, വാട്ടർ എന്താകുന്നു? ഐസ് ആകുന്നു. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ്? സൈമൾട്ടേനിയസ് ആണ്. രണ്ടിന്റെ റേറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, എമൗണ്ട് ഈക്വൽ ആയിരിക്കും. അതാണ് സോൾഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. അത് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു, സോൾഡ് വേപ്പർ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. ഇനി വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് ലിക്വിഡ്. ചില ലിക്വിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? വേഗം വേപ്പറായി പോകുന്നു. ചിലത് എന്ത് ചെയ്യുന്നില്ല? വേപ്പറൈസേഷൻ കുറവായിരിക്കും. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ലിക്വിഡ്, ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ ചിലപ്പോൾ കൊടുക്കുമ്പോൾ ചിലത് എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും, ചിലത് എന്ത് ചെയ്യത്തില്ല? വേപ്പറൈസ് ചെയ്യത്തില്ല. ഇനി ഇക്വിലിബ്രിയം നടക്കണമെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം. റിയാക്ടന്റും പ്രോഡക്റ്റിന്റെ റേറ്റ് സെയിം ആയിരിക്കണം. അതേപോലെ എന്താ? അവിടുത്തെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരാണ് മെഷറബിൾ പ്രോപ്പർട്ടീസ്? പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വോളിയം, ഇവരാണ് എന്ത്? മെഷറബിൾ പ്രോപ്പർട്ടീസ്. ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം മക്കളെ? അവിടെ
കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെങ്കിൽ സെയിം ആയിരിക്കണം. മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആരാണെന്ന് പഠിച്ചു വെച്ചേക്കണേ? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കണം. അതേപോലെ അത് ഡൈനാമിക് നേച്ചർ ആകണമെങ്കിൽ എന്താ? ബാക്ക്വേർഡിന്റെയും ഫോർവേഡിന്റെയും റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ തുല്യമായിരിക്കണം. പിന്നെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിശയിലോട്ട് നടക്കുന്ന റിയാക്ഷൻസ്, ഫോർവേഡിലും ബാക്ക്വേർഡിലും നടക്കുന്ന റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റെ റേറ്റ് എന്ത് ചെയ്യും? കുറയുന്നു. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റിന്റെ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എന്തിന് കൂടുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഗ്രാഫുകൾ വരയ്ക്കാൻ പറ്റും. അതിനകത്ത് ഒന്ന് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു, ഇവിടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിപ്പോകുന്നു. അപ്പൊ ഇത് രണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ ഇവർ രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ചു വരച്ചു. ഒന്നിച്ചു വരയ്ക്കുമ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ റിയാക്ടന് റിയാക്ട് ചെയ്ത് തീർന്നു പോകുന്നു, പ്രോഡക്റ്റ് ഉണ്ടായി കൂടി വരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഈ രണ്ടിന്റെ റേറ്റ്, ഈ കെമിക്കൽ റിയാക്ഷന്റെ രണ്ടിന്റെ റേറ്റ് ഒരേപോലാകും. പറഞ്ഞ മനസ്സിലായി? രണ്ടിന്റെ റേറ്റ് എന്താകും? ഒരേപോലാകും. അതാണ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻസ് നടക്കത്തില്ല. അപ്പൊ ഈ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അത് നമ്മൾ രണ്ട് ടേംസുകൾ പഠിച്ചു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ യു എന്ന് വെച്ചാൽ ചേഞ്ചിങ് എനർജി എന്നാണ് അർത്ഥം. ചേഞ്ചിങ് എനർജി എന്നാണ് അർത്ഥം. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജിയാണ്. ഈ ഗിബ്സ് എനർജി എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ അത് തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഗിബ്സ് എനർജിയുടെ വാല്യൂ ആണ്. അപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇല്ലാണ്ട് നടക്കുന്ന റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ജിയുടെ ഇക്വേഷൻ ആണ് ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗിബ്സ് എനർജി, എച്ച് ഹീറ്റ്, ടി ടെമ്പറേച്ചർ, എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ആണ്. അപ്പൊ സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും ഇക്വിലിബ്രിയം എങ്ങനെ അറിയാൻ പറ്റും? ഡെൽറ്റ ജിയുടെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ അത് സ്പോണ്ടേനിയസ്, കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ നോൺ സ്പോണ്ടേനിയസ് എന്നും, ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും? ഇക്വിലിബ്രിയത്തിലാണെന്ന് വിളിക്കും. അപ്പൊ ഡൈനാമിക് ഇക്വിലിബ്രിയം കാണാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു റിയാക്ഷൻ സിന്തസിസ് ഓഫ് അമോണിയ ആണ്. അപ്പൊ അമോണിയയുടെ പ്രോസസ്, ആ സിന്തസിസിന്റെ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. അപ്പൊ ഹേബർ പ്രോസസ്സിൽ നൈട്രജനും ഹൈഡ്രജനും എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്തിട്ട് ആരുണ്ടാകുന്നു? നമുക്ക് അമോണിയ ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ, കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ, കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ എന്താണ്? കോൺസ്റ്റന്റ് ആകുന്നു. ഇങ്ങനത്തെ ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് നേച്ചർ എന്ന്. അതിന്റെ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ മോളാർ കോൺസെൻട്രേഷനും ടൈമും വെച്ചിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും കോൺസ്റ്റന്റ് ആയിരിക്കും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം, ഈ ഇക്വിലിബ്രിയം എന്താണെന്ന് പറയാം? ഡൈനാമിക് നേച്ചർ ആണെന്ന് പറയാം. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ആണ്. കെ സി, കെ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കെ സി എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ കെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? റിയാക്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇവിടെ നടക്കുന്നു. എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? സി പ്ലസ് ഡി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി, അല്ല പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ, ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ ഈ വാല്യൂ ഇൻവേഴ്സ്ഡ് ആകുവാണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? റിവേഴ്സ്ഡ് ആയിരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ, അതായത് കെയുടെ വാല്യൂ നമ്മൾ സ്ക്വയർ റൂട്ടിൽ എഴുതുവാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്യണം. സ്ക്വയർ ഓഫ് കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. എന്തുകൊണ്ട്? 2 കൊണ്ട്. എന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂവിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന. കാറ്റലിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്പീഡ് മാത്രമേ കൂട്ടുന്നുള്ളൂ, ഓൾട്ടർ ചെയ്യാൻ മാത്രമേ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പീഡ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആര് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റിനെ. അപ്പം നമുക്ക് കുറച്ച് വാല്യൂസ് കൊടുത്തേക്കുവാണ്. കെ സിയുടെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതലും കുറവാണെങ്കിൽ എന്ത് റിയാക്ഷൻസിലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? അത് എന്താണ്? മോഡറേറ്റ് വാല്യൂ ആണെങ്കിൽ രണ്ട് റിയാക്ഷനെയും, ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും എന്ത് ചെയ്യുന്നില്ല? ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള റിയാക്ഷൻ കോൺസ്റ്റന്റിനെ പറ്റിയിട്ട്, നമ്മുടെ കോഷ്യന്റിനെ പറ്റി നമ്മൾ പറയുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു നമ്മൾ നേരത്തെ റേറ്റ് ഓഫ് റിയാക്ഷൻ ചെയ്ത കോഎഫിഷ്യന്റ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. പറഞ്ഞ മനസ്സിലായോ?
അപ്പം എന്താണ് ഈ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കാണ്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റെയും കോൺസെൻട്രേഷൻ ഏത് പോയിന്റിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലെ നമ്മുടെ പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റെയും കോൺസെൻട്രേഷൻ എത്ര ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ഷൻ കോഷ്യൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തത്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്തത്? അതേപോലെ തന്നെയാണ് ഇവിടെയും കോഷ്യന്റ്, റിയാക്ഷൻ കോഷ്യന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് QC എന്നാണ്. എന്നിട്ട് ഇവിടെ എന്ത് തന്നെയാണ്? പ്രോഡക്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്ത് വരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എ ബി സി എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. അതാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലായിട്ട് ആ കോൺസെൻട്രേഷന്റെ പവർ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഈ കോഷ്യന്റെ വാല്യൂ, അപ്പൊ ഇവിടെ രണ്ട് വാല്യൂ ഉണ്ടല്ലോ, കെയും ക്യൂസിയും ഉണ്ട്. അപ്പൊ ക്യൂസിയുടെ വാല്യൂ കെയിനേക്കാൾ കൂടുതലും കുറവും ഈക്വലും ആകുന്ന കണ്ടീഷൻസ് പറയാണ്. നോക്കിക്കേ, ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് വരുന്നതെങ്കിൽ അതെന്ത് നടക്കും? ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റെ സൈഡിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, കെയുടെ വാല്യൂ എന്തിനേക്കാൾ കൂടുതലാണെങ്കിൽ, ക്യൂസിനേക്കാൾ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ എങ്ങനെ നടക്കും? റിയാക്ഷൻ നടക്കുന്നത് ഡയറക്ഷൻ ഓഫ് പ്രോഡക്റ്റിന്റെ റേറ്റിലോട്ടായിരിക്കും. ഇനി ക്യൂസി ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ അതെന്തായിരിക്കും? റിയാക്ഷൻ മിക്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് റിയാക്ഷൻ കോഷ്യന്റിനെ പറ്റിയിട്ടാണ്. റിയാക്ഷൻ കോഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ എല്ലാ പോയിന്റിലും അതിന്റെ ഇക്വിലിബ്രിയം എവിടെ ആണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻ കോഷ്യന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ റിയാക്ഷൻ കോഷ്യന്റ് നമ്മുടെ ക്യൂസി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റിയാക്ഷൻ കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും എന്താ? ഏകദേശം ഒരേപോലാണ്. അപ്പൊ ഇതിന്റെ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ക്യൂസിയും കെയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറയാണ്. കെയുടെ വാല്യൂ ക്യൂസിനേക്കാൾ കുറവാണ് എങ്കിൽ, എന്നുവെച്ചാൽ റിയാക്ഷൻ കോഷ്യന്റിനേക്കാൾ കുറവാണെങ്കിൽ ആ റിയാക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? റിയാക്ടന്റെ സൈഡിലോട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങോട്ടായിരിക്കും വരുന്നത്, ഈ സൈഡിലോട്ടായിരിക്കും. എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എന്താകുന്നു? റിയാക്ടന്റ് ആയിട്ട് മാറുന്നു. ഇനി ക്യൂസിയുടെ വാല്യൂ കെനേക്കാൾ കൂടുതലാണെങ്കിൽ എങ്ങനായിരിക്കും? പ്രോഡക്റ്റിലോട്ടായിരിക്കും റിയാക്ഷന്റെ ഡയറക്ഷൻ പോകുന്നത്. എന്നാൽ QC ഈസ് ഈക്വൽ ടു എന്താണ്? കെ ആണെങ്കിൽ എന്താണ്? റിയാക്ഷൻ മിക്സ്ചർ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ ഗിബ്സ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം തമ്മിലുള്ള കാര്യം പറയുകയാണ്. ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ത് വരുന്നു? നെഗറ്റീവ് ആണെങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ തന്ന എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. പിന്നെ നമ്മുടെ കെയുടെ ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഇക്വേഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്ത ഒരു കാര്യത്തിലോട്ട് പോവാണ്. എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയവും എന്താണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയവും എന്ന് നോക്കുവാണ്. നോക്കിയേ, ഹോമോജീനിയസ് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സറും. ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കൊരു യൂണിഫോമാലിറ്റി ഉണ്ടായിരിക്കും. ഹെട്രോജീനിയസ് ആണെങ്കിൽ നോൺ യൂണിഫോം ആയിട്ടായിരിക്കും അവർ കാണപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇക്വിലിബ്രിയം സിസ്റ്റം, in an equilibrium system all the reactant and product in same phase. നമുക്കറിയാം, നമുക്ക് എത്ര ഫേസ് ഉണ്ടെന്ന് നമുക്കറിയാം. എത്ര ഫേസ് ഉണ്ട്? നമുക്ക് ലിക്വിഡ് ഉണ്ട്, അതേപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ റിയാക്ഷൻ നോക്കി, ഇതാണ് ഹേബർ പ്രോസസ് ആണ്. എക്സാമ്പിൾ എന്താ? ഹേബർ പ്രോസസ് ആണ്. ഹേബർ പ്രോസസ് എന്ന് വെച്ചാൽ അമോണിയന്റെ നിർമ്മാണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നൈട്രജൻ ഗ്യാസ് ആണ്, അതേപോലെ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഉണ്ടായ പ്രോഡക്റ്റും എന്താണ്? ഗ്യാസ് ആണ്. അപ്പൊ ഇവിടുത്തെ എല്ലാവർക്കും സെയിം ഫേസ് ആണല്ലോ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന്. ഇനി നമ്മൾ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം വരുമ്പോൾ നോക്കിക്കേ, നമ്മുടെ വാട്ടർ ലിക്വിഡ് എന്താകുന്നു? വേപ്പർ ആകുന്നു. ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലും ഇവിടെ എന്താ? വേപ്പർ സ്റ്റേറ്റിലുമാണ്. അവരുടെ ഫേസസ് എന്താ? ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. അപ്പം
ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് റിയാക്ഷൻ കോഷ്യന്റ്, ഇതിന്റെ വാല്യൂസും കെയുടെ വാല്യൂസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. കെയുടെ വാല്യൂ ക്യൂസിനേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? ഡയറക്ഷൻ ടു ദ റിയാക്ടന്റ്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റിയാക്ടന്റ് സൈഡിലോട്ടായിരിക്കും. കെയുടെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ, ക്യൂസിന്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ കെ എങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പ്രോഡക്റ്റിന്റെ അടുത്തോട്ടായിരിക്കും. അതുപോലെ ഇതിന്റെ രണ്ടിനെയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അവർ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിൽ ഗിബ്സ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം തമ്മിൽ പറയുക. നേരത്തെ നമ്മൾ പറഞ്ഞ വാല്യൂ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 0 വരുന്ന എവിടെയായിരുന്നു? അത് നമ്മൾ പറഞ്ഞ എവിടെയാ? നമ്മുടെ സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പം ഡെൽറ്റ ജി വെച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, പോസിറ്റീവ് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, ജി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം. നമ്മൾ അതേപോലെ ഇവിടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞാണല്ലോ, ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണ്? 0നേക്കാൾ കൂടുതലും. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താ? 0നേക്കാൾ കുറവും. അതെവിടായിരുന്നു പറഞ്ഞേ? നോക്കിക്കേ, ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താ? 0നേക്കാൾ കൂടുതൽ. അപ്പൊ എന്തായിരുന്നു? സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഗിബ്സ് ഫ്രീ എനർജി തന്നെയാണ് ഇവിടെ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ഇതെന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണേ. ഇത് ചോദിക്കുവേ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ഹോമോജീനിയസ് ഇക്ലിബ്രിയം എന്താണെന്നും പറഞ്ഞു, ഹെട്രോജീനിയസ് ഇക്ലിബ്രിയം എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഹോമോജീനിയസ് ഇക്ലിബ്രിയം, ഹെട്രോജീനിയസ് ഇക്ലിബ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോമോജീനിയസ് ഇക്ലിബ്രിയയിൽ നടക്കുന്നത് എന്താണ്? എല്ലാവർക്കും പ്രോഡക്റ്റും റിയാക്ടന്റും എല്ലാവരും എന്തായിരിക്കും? ഒരേ ഫേസിലായിരിക്കും. ഗ്യാസ് ആണെങ്കിൽ എല്ലാവരും ഗ്യാസ് ആയിരിക്കും, ലിക്വിഡ് ആണെങ്കിൽ എല്ലാവരും ലിക്വിഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്സിൽ എല്ലാ ആളുകളും എന്താണ്? ഗ്യാസ് ആണ്. ഹെട്രോജീനിയസ് ഇക്ലിബ്രിയം എന്ന് വെച്ചാൽ റിയാക്ടന്റും പ്രോഡക്റ്റും എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ഫേസിലായിരിക്കും. എക്സാമ്പിൾ ലിക്വിഡ്, വാട്ടർ എന്താകുന്നു? വേപ്പർ ആകുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മെയിൻ ആയിട്ടൊരു കാര്യത്തിലോട്ട് നമ്മൾ പോകാൻ പോവാണ്, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, സിസ്റ്റവും സറൗണ്ടിങ്സ് ഒന്നും. ഇതാണ്ട് എന്റെ കയ്യിൽ ഇതാണ്ട് ഇത് എന്റെ ഒരു സിസ്റ്റം ആണെന്നിരിക്കട്ടെ. എന്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ആ സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യാണ്. ആ സിസ്റ്റത്തെ എന്ത് ചെയ്യാൻ പോവാണ്? ഒബ്സർവ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ സറൗണ്ടിങ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സിസ്റ്റം എന്ന് നമ്മൾ വിളിച്ചു. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ക്ലോസ് സിസ്റ്റത്തിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു? ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് നടക്കത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത് എന്റെ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്തോട്ട് എന്ത് സംഭവിക്കുന്നു? ഞാൻ എന്തെങ്കിലും മെഷറബിൾ വേരിയബിൾ ആയിട്ടുള്ള മെഷറബിൾ വേരിയബിൾസ് ആരൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. അത് ആരൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്. ഇവരെ ആരെങ്കിലും ഞാൻ എന്ത് ചെയ്യുക? അങ്ങോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എപ്പോഴും ഏത് സ്റ്റേറ്റിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? റിയാക്ട് ചെയ്യാതെ നമുക്ക് ചുമ്മാതെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഈ സിസ്റ്റവും. ഈ സിസ്റ്റത്തിന് എപ്പോഴും റിയാക്ഷൻസ് കഴിഞ്ഞ് സമാധാനമായിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ സൈഡും പ്രോഡക്റ്റിന്റെ സൈഡും ഈക്വൽ ആയിട്ട് ഇരിക്കാനായിരിക്കും എപ്പോഴും സിസ്റ്റം ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, ഈ വേരിയബിൾസിനെല്ലാം എന്ത് ചെയ്യും? സിസ്റ്റത്തിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെതിരെ പ്രവർത്തിക്കും. അതിനെതിരെ പ്രവർത്തിച്ച് ഇവിടെ ഉണ്ടായ ആ ഒരു ഇതുണ്ടല്ലോ, അതില്ലാതാക്കാൻ ശ്രമിക്കും. അതാണ് എന്ത്? ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. അത് നമ്മളൊരു സിസ്റ്റം, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ മെഷറബിൾ വേരിയബിൾസ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റം എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതായത് കൗണ്ടർ റിയാക്ട് ചെയ്യും. ആര്? നമ്മുടെ സിസ്റ്റം. അങ്ങനെ ആ ചേഞ്ചിനെ എന്ത് ചെയ്യും? ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ പറഞ്ഞ വേരിയബിൾസ് ഇല്ലേ, അതിനകത്ത് ഓരോ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോവാം. ഈ എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഞാൻ പറയുക. അപ്പൊ നമുക്കറിയാം, നമുക്ക് രണ്ട് സൈഡ് ഉണ്ടല്ലോ, റിയാക്ടന്റ് സൈഡും ഉണ്ട്, അതേപോലെ എന്ത് സൈഡ് ഉണ്ട്? പ്രോഡക്റ്റ് സൈഡും ഉണ്ട്. റിയാക്ടന്റ് സൈഡും ഉണ്ട്, അതേപോലെ എന്ത് സൈഡും ഉണ്ട്? പ്രോഡക്റ്റ് സൈഡും ഉണ്ട്. ആണല്ലോ. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഞാൻ എന്ത് ചെയ്തു? ഈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഞാൻ അപ്ലൈ ചെയ്യാണ്. ഇതെന്റെ സിസ്റ്റം ആണ്, ഇരിക്കുന്ന എന്റെ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ കൂട്ടി. കോൺസെൻട്രേഷൻ എനിക്ക് രണ്ടിടത്തോട്ട് കൂട്ടാലോ. കോൺസെൻട്രേഷൻ ഞാൻ റിയാക്ടന്റ് സൈഡിൽ എന്ത് ചെയ്തു? കൂട്ടി. അപ്പൊ ഈ ഇരിക്കുന്ന സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ കൂട്ടുവാണ്. എന്റെ ഈ സിസ്റ്റത്തിനകത്തോട്ട്, ഇതെന്റെ ഒരു സിസ്റ്റം ആണ്. ഈ സിസ്റ്റത്തിൽ റിയാക്ഷൻ നടക്കുകയാണ്. ഇവർ ഇപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്.
സിസ്റ്റാണ്, റിയാക്ഷൻ കണ്ടീഷനിലാണ്. അപ്പൊ നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്റെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ആ ഇക്വിലിബ്രിയം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈക്വൽ ആക്കണം. ഇവിടെ റിയാക്ടന്റ് ഭയങ്കര കൂടുതലാണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂടി. ഇവിടെ എന്ത് ചെയ്തിരിക്കുക? കുറഞ്ഞിരിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുക? കുറയുവാണ്. അപ്പൊ ഇവർ ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്താ? ഫോർവേഡ് റിയാക്ഷൻ എന്ത് എളുപ്പത്തിലാകും. ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? കൂട്ടി നമ്മൾ സിസ്റ്റം എന്ത് ചെയ്യും? അത് ഇക്വിലിബ്രിയത്തിലാക്കാൻ ശ്രമിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താ? ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്ന തത്വമാണ്. ആ തത്വത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കീഴിൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിന് അതിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഷറബിൾ വേരിയബിൾസ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ആ ചേഞ്ച് ഇല്ലാതാക്കാൻ വേണ്ടി ആ സിസ്റ്റം ശ്രമിക്കുന്നു. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഞാൻ റിയാക്ടന്റ് സൈഡിലെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. അപ്പൊ പ്രോഡക്ട്സിന്റെ സൈഡിൽ കുറവാണല്ലോ. അപ്പം റിയാക്ടന്റും പ്രോഡക്റ്റും ഈക്വൽ ആകണമെങ്കിൽ നമ്മൾക്ക് എന്ത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ. വെച്ചാൽ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ അത് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറണം. അങ്ങനെ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻസ് ഉണ്ടാകും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? പ്രോഡക്റ്റിന്റെ എന്ത് കൂട്ടുകയാണ് മക്കളെ? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂട്ടി. ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈക്വൽ ആകണമെങ്കിൽ, ഇക്വിലിബ്രിയത്തിൽ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? റിയാക്ഷൻസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം? വേഗത്തിലാക്കാൻ ശ്രമിക്കും. ഓക്കെ ആണോ? ഞാനല്ല, സിസ്റ്റം. ഓക്കെ ആണല്ലോ? അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? അമോണിയ. ഇപ്പൊ നമ്മൾ അമോണിയയുടെ പ്രൊഡക്ഷനിൽ അമോണിയ നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നൈട്രജന്റെയോ ഹൈഡ്രജന്റെയോ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? കൂട്ടിക്കൊടുക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കിപ്പോ അമോണിയയുടെ പ്രൊഡക്ഷൻ കുറച്ച് മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അമോണിയ എന്ത് ചെയ്യണം? അമോണിയയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇനി അടുത്ത ടെമ്പറേച്ചറിന്റെ കാര്യം നമ്മൾ പറയാണ്. രണ്ട് തരത്തിലുള്ള രീതിയിലുള്ള ടെമ്പറേച്ചർ ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷനകത്ത് ഹീറ്റ് റിലീസ് ചെയ്യുന്നു, എൻഡോതെർമിക് റിയാക്ഷനകത്ത് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ നടക്കുവാണെങ്കിൽ എന്താ നടക്കുന്നത്? ഇക്വിലിബ്രിയം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്മൾ എന്തുവാ? ഡിക്രീസ് ടെമ്പറേച്ചർ എവിടെയാണ്? ഹീറ്റ് അബ്സോർവ് ചെയ്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് പറഞ്ഞ മനസ്സിലായതോ? അതായത് ടുവേർഡ്സ് ദി പ്രോഡക്റ്റും ടുവേർഡ്സ് റിയാക്ടർ. അപ്പൊ അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ റിയാക്ഷൻസ് ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് റിലീസ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഞാൻ അവിടുത്തെ എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ പോയാലല്ലേ ആ റിയാക്ഷൻ നടക്കത്തുള്ളൂ. എന്ത് സംഭവിക്കും? പ്രോഡക്റ്റ് സൈഡിലോട്ട് റിയാക്ഷൻസ് ഷിഫ്റ്റ് ചെയ്യും. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർവ് ചെയ്യുക. അപ്പൊ ഞാൻ ഹീറ്റ് കുറയ്ക്കുക. ഹീറ്റ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? റിയാക്ടന്റ് സൈഡിലോട്ട് റിയാക്ഷൻ നടക്കും. പ്രഷറിന് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻക്രീസിങ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ടുവേർഡ്സ് സൈഡ് വിത്ത് ഫ്യൂവർ മോളിക്യൂൾസ്. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. നമ്മുടെ നൈട്രജൻ ഇവിടെ 1 ഇവിടെ ഹൈഡ്രജൻ എത്ര? 3. അപ്പൊ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 4 പേര്. ഇവിടെ എത്ര പേരേ ഉള്ളൂ? 2 പേരേ ഉള്ളൂ. ഓക്കെ അല്ലെ? 2 മോളിക്യൂൾസേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ആളുകളുള്ളിടത്തോട്ട് റിയാക്ഷൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? മോർ നമ്പർ ഓഫ് ഗ്യാസസ് ഉള്ളിടത്തോട്ട് എന്ത് ചെയ്യും? നമ്മുടെ റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. ഇഫ് നമ്പർ ഓഫ് മോൾസ് ആർ ഈക്വൽ ബോത്ത് സൈഡ് ദ പ്രഷർ ഹാസ് നോട്ട് എഫക്ട് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പം നമുക്ക് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ അവിടെ പ്രഷർ എന്ത് ചെയ്യത്തില്ല? പ്രഷർ ചേഞ്ച് ചെയ്താലും അവിടെ എന്ത് സംഭവിക്കത്തില്ല? ഇക്വിലിബ്രിയത്തിൽ യാതൊരു ചലനം ഉണ്ടാവത്തില്ല. ഓക്കെ ആണല്ലോ? അതേപോലെ കാറ്റലിസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഒരു റിയാക്ഷനെ എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത വോളിയം ആണെങ്കിൽ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വോളിയം കുറയുന്നു. ദാണ്ടേ നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്തു? ഒരു ബീക്കർ എടുത്തു. ഒരു ബീക്കറിൽ ഒരു പിസ്റ്റൺ വെച്ചേക്കാണ്. എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഇത്രയും വോളിയം ഉണ്ടായിരുന്നു. ഇത്രയും വോളിയം ഉള്ള സാധനത്തിലോട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രഷർ കൊടുത്തു. പ്രഷർ കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഇത്രയും വോളിയം ആക്കി കുറച്ചു. അപ്പൊ നമുക്ക് പറയാം, പ്രഷർ കൂടുമ്പോൾ ഇത് വോളിയം, ഇതെന്താ? പ്രഷർ. അപ്പൊ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ.
ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തോട്ട് പോവാണ്. എന്താണ് അയോണിക് ഇക്വിലിബ്രിയം? നോക്കിക്കേ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻസിന്റെ എക്സാമ്പിൾ N2+3H2. ഞാനത് ഇങ്ങോട്ട് എഴുതുവാണ്. N2+3H2 gives 2NH3. ഓക്കെ അല്ല, ഹേബർ പ്രോസസ്സ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും ചാർജസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഒരു ചാർജസും ഇല്ല. ഇത് അയോൺസ് അല്ല, ഇത് മോളിക്യൂൾസ് ആണ്. അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകളെ നമ്മൾ അയോൺസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അയോൺസ് നടക്കുന്ന ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ ആണല്ലോ. മറ്റേത് പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ എന്തിന്റെ? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നതും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എഴുതുന്നതും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ ഈ അയോണിക് ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഒരു ടേം ആണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് രണ്ട് രീതിയിലുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റും ഉണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിനുള്ള എക്സാമ്പിൾസ്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തോട്ട് പോകുന്നത് ആസിഡ്, ബേസ്, സാൾട്ട്. ആസിഡ് എന്താണ്, ബേസ് എന്താണ്, സാൾട്ട് എന്താണെന്ന് പറയാൻ പോവാ. ആസിഡ്, ബേസ്, സാൾട്ട് എന്ന് പറയുന്ന ടേമിലോട്ട് നമ്മൾ പോവാം. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്കിക്കേ, ഒരുപാട് ആളുകൾ ആസിഡിനും നമ്മുടെ ബേസിനും ഒരുപാട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യും? ഓരോ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഡെഫിനിഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അപ്പൊ അറീനിയസ് പറയുന്നത് എന്താ? ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. അതായത് H+ വാട്ടറിൽ നമ്മൾ ലയിപ്പിക്കുന്ന സമയത്ത് എന്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു? H+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആസിഡ് എന്ന്. അതിന് എക്സാമ്പിൾ ആണ് HCl. HCl ഞാൻ എന്ത് ചെയ്യാ? ഹൈഡ്രോളിസിസ് ചെയ്യാൻ പോവാണ്. ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? H+ എന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും. നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആളാണ് H2SO4. H2SO4 ഞാൻ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? H+ HSO4- ആയിട്ട് മാറുന്നു. അല്ല, HSO3 ആയിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. HSO3 ആയിട്ട് മാറുന്നു. H+ഉം HSO3- ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നോക്കിക്കേ, ഇവിടെ H+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടി, ഇവിടെ H+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടി. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറീനിയസ് ആസിഡ്. അപ്പൊ അറീനിയസിന്റെ കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ H+ അയണിന്റെ കോൺസെൻട്രേഷൻ വാട്ടറിൽ കൂട്ടുന്ന ആളുകൾ ആരൊക്കെയാ? അവരെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ആളെ നോക്കിക്കേ, ബേസിനെ നോക്കിക്കേ. ബേസിന്റെ കോൺസെപ്റ്റിൽ എന്താ പുള്ളി പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ലയിക്കുന്ന സമയത്ത് NaOH നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. NaOH സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? Na+ഉം OH- കിട്ടുന്നു. ഇനി അടുത്താണ് KOH. KOH നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? K+ഉം OH- കിട്ടുന്നു. അപ്പൊ ഇവിടെ എന്താ? OH- കോൺസെൻട്രേഷൻ കൂട്ടി, ഇവിടെ OH- കോൺസെൻട്രേഷൻ കൂട്ടി. അപ്പം അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബേസ്. ആരുടെ കോൺസെപ്റ്റ് പ്രകാരം? അറീനിയസിന്റെ കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ബ്രോൺസ്റ്റൺ ലോറി എന്ന് പറയുന്ന ആളുടെ ഇത് കോൺസെപ്റ്റ് പ്രകാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആസിഡ് എന്ന്. ഇനി ബേസ് എന്താന്ന് ചോദിച്ചാൽ അക്സെപ്റ്റിംഗ് ഹൈഡ്രജൻ. ആരെ അക്സെപ്റ്റ് ചെയ്യുന്നു? നമ്മുടെ ഹൈഡ്രജനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് എന്ന്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കോണം. NH3 NH3+ H2O എന്ത് ചെയ്തു? NH4+ എന്തായിട്ട് മാറി? OH- ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ബ്രോൺസൺ ലോറിയുടെ പ്രകാരം എന്ത് പറഞ്ഞു? പുള്ളി പറഞ്ഞത് എന്താ? ആരാണോ ഡൊണേറ്റ് ചെയ്യുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആസിഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ആരാ ഡൊണേറ്റ് ചെയ്തേക്കുന്നത്? NH4+ വന്നല്ലോ. ആരാ ഡൊണേറ്റ് ചെയ്തത്? ഇവിടെ എന്താ? നമ്മുടെ NH4+ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാളെ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ NH3 എന്തായി? NH4+ ആയി. NH3 എന്തായി? NH4+ ആയി. അപ്പൊ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്. അപ്പൊ NH3 എന്താണ്? ഇവിടുത്തെ ബേസ് ആണ്. ഓക്കെ ആണല്ലോ. H+ഉം OH-, ഇവിടെ എന്തുണ്ട്? H+ഉം OH- ഉണ്ട്. ഈ H+ന് ആരാ കൊടുത്തത്? നമ്മുടെ വാട്ടർ ആണ് കൊടുത്തത്. വാട്ടർ ആണല്ലോ, വാട്ടർ അല്ലേ കൊടുത്തത്. അപ്പൊ ഈ വാട്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അറിയാമോ? ഈ വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ്. തിരിഞ്ഞു പോകരുത്.
അപ്പൊ ഇവിടെ ആരാ കൊടുത്തത് H+നെ? വാട്ടർ ആണ് കൊടുത്തത്. കൊടുത്ത ആൾ എന്താണ്? ആസിഡും. ആരാ സ്വീകരിച്ചത്? അമോണിയാണ് സ്വീകരിച്ചത്. അപ്പൊ അമോണിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബേസ് എന്നും. അപ്പൊ അതാണ്ട് ഈ ബേസ് ആരെ സ്വീകരിച്ചു? ഒരു പ്ലസിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? NH4+ ആയിട്ട് മാറി. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റഡ് ആസിഡ് എന്ന്. എന്ത് വിളിക്കും? കോൺജുഗേറ്റഡ് ആസിഡ് എന്ന്. അപ്പൊ ഇയാളെ നമ്മൾ എന്തെന്ന് വിളിക്കണം? കോൺജുഗേറ്റഡ് ബേസ് എന്ന് വിളിക്കണം. കോൺജുഗേറ്റഡ് ബേസ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളുടെ ആസിഡിന്റെയും ബേസിന്റെയും കാര്യം പറയാണ്. ആസിഡും ബേസും എന്താണെന്ന് അരീനീസ് കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞ എന്താ? വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് H+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആസിഡ് എന്ന് വിളിച്ചു. ബേസ് എന്ന് പറഞ്ഞാൽ OH- കോൺസെൻട്രേഷൻ കൂട്ടുന്ന ആളുകളെ. ഇനി ബ്രോൺസ്റ്റൺ ലോയുടെ പ്രകാരം എന്താ? ആസിഡ് എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ രണ്ട് റിയാക്ഷൻസ് എഴുതി. NH3 എന്ത് എഴുതി? H2 എഴുതി. NH3 എന്തായിട്ട് മാറി? NH4+ ആയിട്ട് മാറി. ഈ H+ ആരാ കൊടുത്തത്? നമ്മുടെ വാട്ടറാ കൊടുത്തത്. അപ്പൊ വാട്ടർ ഡൊണേറ്റ് ചെയ്തതുകൊണ്ട് വാട്ടർ ആരാ? ആസിഡ് ആണ്. അപ്പൊ ബേസ് അല്ലേ സ്വീകരിച്ചത്? NH4+ ആയില്ലേ? അപ്പം അമോണിയ ആരാ? ബേസ് ആണ്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്, നോക്കി വെച്ചേക്കണം. ഇനി ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്ത ആളുകളും ഡൊണേറ്റ് ചെയ്ത ആളുകളും തമ്മിൽ വെച്ചിട്ടാണ് പറയുന്നത്. ആസിഡ് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ആസിഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓർത്താൽ മതി, ആസിഡ് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. ആസിഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. ബേസ് എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തത്. അപ്പൊ ലൂയിസ് ആസിഡ് ഏതാ? ലൂയിസ് ബേസ് ഏതാന്ന് നമുക്ക് എക്സാംസിന് ചോദിക്കും. അപ്പൊ ആസിഡ് ബേസ് നമ്മൾ ലൂയിസ് കോൺസെപ്റ്റിൽ പറഞ്ഞു, ബ്രോൺസ്റ്റൺ ലോറിയിൽ പറഞ്ഞു, അറീനിയസിൽ പറഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് pH സ്കെയിലാണ്. നമുക്കൊരു pH സ്കെയിലുണ്ട്. നമുക്കൊരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 14 വരെയുള്ള വാല്യൂ ആണ് ഏത്? pH സ്കെയിലിൽ ഉള്ളത്. 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ആണ് pH സ്കെയിൽ ഉള്ളത്. pH സ്കെയിലിന്റെ ഫുൾ ഫോം എന്താ? പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എന്നാണ്. നോക്കിക്കേ, ഇങ്ങനെയാണ് ആ സ്കെയിൽ പോയേക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള 7 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ന്യൂട്രൽ സൊല്യൂഷന്റെ pH ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ 7 എന്താ? ന്യൂട്രലിന്റെ വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ. ന്യൂട്രലിന്റെ വാല്യൂ ആണ്. ന്യൂട്രൽ ആണ്. ആസിഡും അല്ല, ബേസും അല്ല. നോക്കിക്കേ, 7ൽ കുറവായിട്ടുള്ള ആളുകൾ എപ്പോഴും എന്തായിരിക്കും? വാല്യൂ 7ൽ കുറവാണെങ്കിൽ അവര് ആസിഡ് ക്യാരക്ടർ ഉള്ളവരായിരിക്കും. 7ൽ കൂടുതലായിട്ടുള്ള ആളുകൾ എന്തായിരിക്കും? ബേസ് ക്യാരക്ടർ ഉള്ളവരായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു ഓരോന്നിന്റെയും pH പഠിക്കാൻ വേണ്ടിയിട്ട്. കോഫിയുടെ pH, അതേപോലെ ജലത്തിന്റെ pH, നമ്മുടെ ആസിഡ് റെയിന്റെ pH അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ നോക്കിക്കേ, pH 7ൽ കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ അവർ ബേസും, 7ൽ കുറവാണെങ്കിൽ അവരെന്താ? ആസിഡും ആയിരിക്കും. നമ്മുടെ ന്യൂട്രൽ സൊല്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും? 7 ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിന്റെ എന്താ? pH എന്തായിരിക്കും? 7 ആയിരിക്കും. ഇനി അടുത്ത ഒരു കാര്യത്തിലോട്ട് പോവാണ്, ബഫർ സൊല്യൂഷൻ. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബഫർ സൊല്യൂഷൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ pHന്റെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നില്ല? pH വാല്യൂ ചേഞ്ച് ആകുന്നത് റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സൊല്യൂഷൻസ് ആണ് ആര്? ബഫർ സൊല്യൂഷൻസ്. അതായത് എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അത് ആസിഡോ ബേസോ എന്തെങ്കിലും ആകട്ടെ. അപ്പൊ ആസിഡ് ആയിരിക്കട്ടെ, ആസിഡ് ആണ്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷനകത്തോട്ട് ഞാൻ ആസിഡ് എന്ത് ചെയ്യുക? ആസിഡ് ആഡ് ചെയ്യുക. എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആസിഡ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ബേസ് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഇവ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്തുണ്ടാകും? ഇവരുടെ pHല്, പക്ഷേ എന്റെ കയ്യിലിരിക്കുന്ന ഈ സൊല്യൂഷൻ ഒരു pH ഉണ്ടായിരിക്കുമല്ലോ. എന്റെ കയ്യിലിരിക്കുന്ന ഈ സൊല്യൂഷൻ ഒരു pH ഉണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ പേര് ഞാൻ എക്സ് എന്ന് എടുക്കുവാണേ. എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ. ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു? ആസിഡ് ആഡ് ചെയ്യുന്നു. ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? pH കൂടുമോ കുറയുമോ? pH എന്ത് ചെയ്യും? കുറയും. pH കുറയും. എന്നാൽ ഞാൻ ബേസ് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു എക്സ് എന്ന് പറയുന്ന സൊല്യൂഷനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആസിഡ് ആഡ് ചെയ്യുമ്പോൾ pH എന്ത് ചെയ്യും? കുറയും. പറഞ്ഞ മനസ്സിലായോ? എന്റെ കയ്യിൽ എന്തുണ്ട്? ഇതാണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആസിഡ് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ. എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ. ഞാൻ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ആസിഡ് ആഡ് ചെയ്തു. ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു pH ഉണ്ടായിരിക്കുമല്ലോ. ഇവർക്കൊരു pH ഉണ്ടായിരിക്കും. ഈ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? pH
കുറയും. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബേസ് ആഡ് ചെയ്യാൻ പോവാണ്. ബേസ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പി എച്ചിന്റെ വാല്യൂ കൂടും. ഓക്കെ ആണല്ലോ. പി എച്ചിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. പി എച്ചിന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അത് ബേസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മളൊരു സൊല്യൂഷനകത്തോട്ട് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ പി എച്ചിൽ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പി എച്ചിന്റെ ആ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷനാണ് എന്ത്? ബഫർ സൊല്യൂഷൻ. അത് രണ്ട് തരത്തിലുണ്ട്. ആസിഡ് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. ആസിഡ് ബഫർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡിന്റെയും സോഡിയം അസറ്റേറ്റും ആയിരിക്കും. അവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4.75 പി എച്ച് എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർ എന്താ ചേഞ്ച് ചെയ്യുന്നത്? 4.75 പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ബേസിക് ബഫർ എന്താന്ന് ചോദിച്ചാൽ അമോണിയത്തിന്റെയും അമോണിയം ക്ലോറൈഡിന്റെയും എന്താണ്? ഒരു കോമ്പിനേഷൻ ആണ് ബേസിക് ബഫർ. അതെന്താ? 9.2 വരെയുള്ള പി എച്ച് എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ലാബുകളിൽ ഈ ബഫർ സൊല്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിച്ചെടുക്കാൻ പറയും. നമുക്ക് എങ്ങനെയാണ് ബഫർ സൊല്യൂഷൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? ലാബിൽ പഠിക്കാനുണ്ട്. അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 0.1 ml മോളാർ സൊല്യൂഷൻ ഓഫ് എന്തെടുത്തു ഞാൻ? സൊല്യൂഷൻ ഓഫ് നമ്മുടെ അസറ്റിക് ആസിഡ് എടുത്തു. സൊല്യൂഷൻ ഓഫ് ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയാം. അസറ്റിക് ആസിഡ് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ 100 ml വെള്ളത്തിൽ എന്ത് ചെയ്തു? ലയിപ്പിച്ചു. അതിന് 0.1 മോളാർ ലിറ്റർ എന്തെടുത്തു ഞാൻ? സോഡിയം അസറ്റേറ്റ് എടുത്തു. സോഡിയം അസറ്റേറ്റ് എടുത്തു. സോഡിയം അസറ്റേറ്റ് എടുത്തു. എന്നിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ എടുത്ത് ലയിപ്പിച്ചു. സോഡിയം അസറ്റേറ്റ്. എന്നിട്ട് നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ, നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ എന്ത് ചെയ്തു? 250 ml വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഡയലൂട്ട് ചെയ്യിപ്പിച്ചു. ഈ രണ്ടിനെയും എന്തുകൂടെ എന്ത് ചെയ്തു? 250 ml വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡയലൂട്ട് ചെയ്ത് എടുത്തു. അപ്പൊ എങ്ങനെയാണ് ബഫർ സൊല്യൂഷൻ നിർമ്മിക്കുന്നത് നമുക്ക് ചോദിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അവിടുത്തെ എത്ര ml ആ എടുക്കുന്നേ എന്ന് നമുക്ക് ചിലപ്പോൾ ഇവിടെ ചോദിക്കാം. നോക്കിക്കേ, ആസിഡ് ബഫറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആസിഡ് ബഫറിന്റെ കാര്യമാണ് പറയുന്നത്. ആസിഡ് ബഫർ എങ്ങനെയാ നിർമ്മിക്കുന്നതെന്ന് ഞാൻ പറയാണ്. അവിടെ എടുക്കുന്ന ക്വാണ്ടിറ്റി 0.1 മോളാർ എന്തെടുത്തു? അസറ്റിക് ആസിഡും അസറ്റിക് ആസിഡ്. ഇനി അടുത്തത് 0.1 മോളാർ എന്തെടുത്തു? നമ്മൾ സോഡിയം അസറ്റേറ്റും സോഡിയം അസറ്റേറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെ 250 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ലയിപ്പിച്ചു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവരെ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ബ്ലഡ് നമ്മുടെ ബോഡിക്കകത്തുള്ള ബ്ലഡ് ഇല്ലേ, ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾക്കുള്ളിൽ നമ്മുടെ ബ്ലഡിന് ഒരു പി എച്ച് ഉണ്ടല്ലോ, 7.35 മുതൽ 4.5 വരെയാണ് നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ പി എച്ചിൽ എന്തുണ്ടാകും? നമ്മുടെ ഉള്ളിലോട്ട് ആസിഡ് പോവുകയാണെങ്കിൽ ആ പി എച്ചിന് എന്ത് സംഭവിക്കും? പി എച്ച് ചേഞ്ച് ആകും. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഫർ സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത്. അത് ലാബുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ബഫർ സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അയണൈസേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് നമ്മൾ പോവാണ്. അത് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിന്റെ ആണേ. നോക്കിക്കേ മക്കളെ, സം സബ്സ്റ്റൻസ് ആർ യൂണീക്ക് പ്രോപ്പർട്ടീസ്. ചില ആളുകൾക്ക് എന്താണ്? ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ ഇവിടെ ഈ റിയാക്ഷൻ എഴുതി വെക്കുവാണേ. H2O എന്ത് ചെയ്യുന്നു? നമ്മള് ഡിസോസിയേഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കുന്നു? H+ഉം OH- ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുന്നു? ഇത് മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ എന്തെഴുതാൻ പറ്റും നമുക്ക്? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പോവാണ്. K is equal to എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. അതെങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് O- വന്നേന്നറിയാമോ? നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? K ആണ്. K is equal to എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണല്ലോ. നോക്കിക്കേ, അപ്പൊ ഇവിടുത്തെ പ്രോഡക്റ്റ് ഇതാണ് പ്രോഡക്റ്റ്.
ഇവിടുത്തെ റിയാക്റ്റന്റ് ആരാണ്? ഇതാണ് ഇവിടുത്തെ റിയാക്റ്റന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് കെ ഈസ് ഈക്വൽ ടു എന്ത് വരുവാടാ? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഡിവൈഡ് ബൈ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് H2O ആണല്ലോ. അപ്പൊ എനിക്ക് ഈ H2നെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുമല്ലോ. KH2O ഈസ് ഈക്വൽ ടു എന്ത് വന്നിടാ മക്കളെ? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? KW എന്ന് വിളിക്കാം. KW എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വാട്ടറിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ വാട്ടറിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ എങ്ങനെ വിളിച്ചു? KW എന്ന് വിളിച്ചു. അപ്പൊ KW ഈസ് ഈക്വൽ ടു എന്ത് വന്നു? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസും കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് എന്നും വിളിച്ചു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി അടുത്ത് നോക്കിക്കേ. അപ്പം ഈ കെയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. കെയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ. ഇനി KW എന്താ? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. KW അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ഇനി ഇവിടെ പറയാൻ കാരണം വെച്ച് ഇതിനകത്ത് എന്തെങ്കിലും ടേംസുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പം നമുക്കറിയാം അറ്റ് റൂം ടെമ്പറേച്ചർ, ഞാൻ ഇവിടോട്ട് എഴുതാണ്. അറ്റ് റൂം ടെമ്പറേച്ചറിൽ KWയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും എന്നറിയാമോ? KWയുടെ വാല്യൂ എന്ന് വെച്ചാൽ 1 ഇൻറ്റു 10⁻⁻14 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം 10⁻10⁻14 ആയിരിക്കും. അപ്പൊ KWയുടെ വാല്യൂ ആണ് 10⁻14. അപ്പൊ KW ഇസ് ഈക്വൽ ടു എന്താ? എച്ച് പ്ലസും ഒ എച്ച് മൈനസും ആണ്. അപ്പം എന്തിന്റെ വാല്യൂ? എച്ച് പ്ലസിന്റെ വാല്യൂ എന്ത് വരുവാടാ? ഇതിന്റെ പകുതിയല്ലേ വരത്തുള്ളൂ. 1 ഇൻറ്റു 10⁻⁻7 ആയിരിക്കും എച്ച് പ്ലസ്. ഒ എച്ച് മൈനസ് എന്തായിരിക്കും വരുന്നത്? 1 ഇൻറ്റു 10⁻⁻7 ആയിരിക്കും. ഓക്കെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇതാ അപ്പൊ അയോണിക് പ്രോഡക്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KW ആണ് അയോണിക് പ്രോഡക്റ്റ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അടുത്തൊരു റിയാക്ഷൻ ഞാൻ എഴുതി H3O പ്ലസ് ഒ എച്ച് മൈനസ്. എന്നിട്ട് എന്ത് ചെയ്തു? വാട്ടർ എടുക്കുന്നു. KW. ഇപ്പൊ KWയുടെ വാല്യൂ എന്തുവെന്ന് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ദ പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ KW ആണ്. അതിന്റെ വാല്യൂ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ആ വാല്യൂ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ ഒരു കണ്ടീഷൻ പറയാണ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ഈക്വൽ നമ്പർ ഓഫ് എച്ച് പ്ലസ് ആൻഡ് ഒ എച്ച് മൈനസ്. അപ്പൊ അസിഡിക് കോൺസെൻട്രേഷൻ ആണെങ്കിൽ, ആസിഡ് ആണെങ്കിൽ എന്താ നമുക്കറിയാം? ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് അറിയാം. ആസിഡിൽ എന്താ? ഒ എച്ച് മൈനസ് കുറവും ആര് കൂടുതലാണ്? എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നും അറിയാം. ഇനി ന്യൂട്രൽ സൊല്യൂഷൻ എന്താ? എച്ച് പ്ലസും ഒ എച്ച് മൈനസും എന്താ? ഈക്വൽ ആണെന്ന് അറിയാം. ഇനി ബേസ് വരുവാണെങ്കിൽ എന്താ? ബേസ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്താ? കൂടുതലാണെന്ന് അറിയാം. ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും ആറ് കോൺസെൻട്രേഷൻ നമ്മുടെ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കുറവുമാണെന്ന് അറിയാം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ആണ്. അപ്പൊ ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ടു ഫോം ആൻ ആസിഡ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആസിഡും ബേസും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടുവടാ? സാൾട്ട് കിട്ടും. അതായത് ആസിഡിന്റെ ഗുണമോ ബേസിന്റെ ഗുണമോ ഇല്ലാത്ത ഒരാളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് സാൾട്ടിന്റെ ഹൈഡ്രോളിസിസുകളുണ്ട്. 3 തരത്തിലുള്ള ഹൈഡ്രോളിസിസ് നമുക്ക് സാൾട്ടിന് നടത്താൻ പറ്റും. ഒന്നാമത്തെ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും വെച്ചിട്ടുള്ളത് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. എക്സാമ്പിൾ ആണ് NH4Cl. അടുത്താണ് സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഒരു വീക്ക് ആസിഡും വീക്ക് ബേസും തമ്മിലുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാൾട്ടിന്റെ ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റും. അപ്പൊ ഏതൊക്കെ രീതി? സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഓക്കെ ആണല്ലോ. പിന്നെ ലാസ്റ്റ് എന്താ? വീക്ക് ആസിഡും വീക്ക് ബേസും ആണ്. ഇനി സോളിബിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയ. എടാ മക്കളെ, സോളിബിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളിബിലിറ്റി ഓഫ് സാൾട്ട് ഈസ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ സാൾട്ട് ആർ ക്ലാസിഫൈഡ് ഇൻ ബേസിസ് ഓഫ് സോളിബിലിറ്റി ഇൻ 3 കാറ്റഗറി. നമ്മൾ എല്ലാം എന്ത് ചെയ്യുന്നു? സോളുബിൾ ആകുന്ന ആളുകൾ, സ്ലൈറ്റ്ലി സോളുബിൾ ആകുന്ന ആളുകൾ,
സ്പെയറിംഗ്ലി സോളുബിൾ ആകുന്ന ആളുകൾ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സോളുബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻസും ഈക്വൽ ആകുമ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. ഇക്വിലിബ്രിയത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് K കൊണ്ടായിരിക്കും. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഫേസ് ട്രാൻസിഷൻ ഉണ്ടാകുമ്പോഴാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്താണ്? വാട്ടർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ ജനറൽ ക്യാരക്ടർ പറഞ്ഞു. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും ഇക്വിലിബ്രിയം നടക്കുന്നത്. ഒരു ഡൈനാമിക് നേച്ചർ ആയിരിക്കും. മെഷറബിൾ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മെഷറബിൾ പ്രോപ്പർട്ടീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ് ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഡൈനാമിക് നേച്ചർ എന്ന് പറയാൻ കാരണം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും എന്താ? സെയിം ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയും വരും. അത് കഴിഞ്ഞ് റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കത്തില്ല. എന്നാൽ ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജി ആണ്. അതൊരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ ജിയുടെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണോ എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ ജി ഉപയോഗിക്കുന്നത്. ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എൽസ് എന്നാണ് എന്റെ ഇക്വേഷൻ. ഡെൽറ്റ ജിയുടെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ. ഡെൽറ്റ ജിയുടെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ അത് സ്പോണ്ടേനിയസ്, കൂടുതലാണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ്, 0 ആണെങ്കിൽ അതെന്താ? ഇക്വിലിബ്രിയം ആയിരിക്കും. ഡൈനാമിക് ഇക്വിലിബ്രിയം നമ്മൾ ആരെ വെച്ചിട്ട് പറഞ്ഞു? ഹേബർ പ്രോസസ് വെച്ച് പറയുമ്പോൾ ഹൈഡ്രജൻ, നൈട്രജൻ, അമോണിയയുടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഇനി അത് നമ്മൾ ക്യാരക്ടർ പറഞ്ഞു. എന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും സെയിം ആയിരിക്കും. റിയാക്ടന്റും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയതുകൊണ്ട് ആ റിയാക്ഷൻ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. ഫിസിക്കൽ ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയം എന്താ? ഡൈനാമിക് നേച്ചർ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് Kc. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻവേഴ്സ് ആകുമ്പോൾ റിയാക്ഷൻ എന്താകും? റിവേഴ്സ്ഡ് ആകും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷനകത്ത് കെയുടെ വാല്യൂ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കെയുടെ വാല്യൂ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അഡീഷണൽ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? ഇതിനെ ബാധിക്കുന്നില്ല. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ എന്താ? കെയുടെ വാല്യൂ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കെയുടെ വാല്യൂ 10⁻³ കൂടുതലാണെങ്കിൽ അത് ഫോർവേഡ് ഡൊമിനന്റും 10⁻³ കുറവാണെങ്കിൽ അത് ബാക്ക്വേർഡ് ഡൊമിനന്റും ആയിരിക്കും. മോഡറേറ്റ് വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും? ബാക്ക്വേർഡ് ഫോർവേഡ് റിയാക്ഷൻസ് നടക്കുന്നില്ല. എന്താണ് റിയാക്ഷൻ കോഷ്യൻസ് എന്ന് നമ്മൾ പറഞ്ഞു? റിയാക്ഷൻ കോഷ്യൻസും അതേപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഗിബ്സ് ഫ്രീ എനർജി ഒരു ഫോർവേഡ് റിയാക്ഷനിലും ബാക്ക്വേർഡ് റിയാക്ഷനിലും ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ ഹോമോജീനിയസ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ അവരുടെ ഫേസ് എല്ലാം ഒരേ ഫേസിലായിരിക്കും നടക്കുന്നത്. എല്ലാവരും ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ്. ഹെട്രോജീനിയസ് ആണെങ്കിൽ എന്താണ്? എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ഫേസസ് ആയിരിക്കും. ലേഷാർട്ടിയുടെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റം എടുക്കുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ എടുക്കുന്ന ഒരു സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഷറബിൾ വേരിയബിൾസ് ആഡ് ചെയ്യുമ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യും? ആ ചേഞ്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനെ കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? അതേപോലെ തന്നെ ടെമ്പറേച്ചർ വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? അതേപോലെ ടെമ്പറേച്ചറിൽ എക്സോതെർമിക് ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻസ് ഉണ്ട്. പ്രഷറിന്റെ കാര്യം, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ പ്രഷറിന് യാതൊരുവിധ റോളും ഉണ്ടായിരിക്കില്ല. കാറ്റലിസ്റ്റിനും അതേപോലെ എന്താ? ഇക്വിലിബ്രിയത്തെ ചേഞ്ച് ചെയ്യാൻ യാതൊരുവിധ റോളും ഇല്ല. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. അയോണിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ അയോണിക് റിയാക്ഷൻസിൽ നടക്കുന്ന ഇക്വിലിബ്രിയം ആണ്. അതിൽ ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്, സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്. അത് പഠിക്കണം. ആസിഡ് ബേസിന്റെ കോൺസെപ്റ്റിൽ അറീനിയസ് പറഞ്ഞത് എന്താ? H+ അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ആളുകൾ, വാട്ടറിൽ കൂട്ടുന്ന ആളുകളാണ് ആസിഡ്. ബേസ് എന്ന് പറഞ്ഞാൽ OH- കോൺസെൻട്രേഷൻ കൂട്ടുന്ന ആളുകൾ. ലോറി ബ്രോൺസ്റ്റിനകത്ത് പറയുന്നത് ആരാണോ ആരെ കൊടുക്കുന്നത്? ഹൈഡ്രജനെ കൊടുക്കുന്നത്, അയാളാണ് എന്ത്? ആസിഡ്. ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് ബേസ്. അതിനൊരു കോൺജുഗേറ്റഡ് പെയർ ഉണ്ടായിരിക്കും. പിന്നെ ലൂയിസ് സൈസിൽ പറയുന്ന ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ആസിഡും ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ ബേസും ആയിരിക്കും. അതിനുള്ള എക്സാമ്പിൾസ് പഠിക്കണം. അത് കഴിഞ്ഞ് pH സ്കെയിൽ പറഞ്ഞു. pH സ്കെയിലിന്റെ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ ആണ് അതിന്റെ ഫുൾ ഫോം. അതിൽ 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ഉണ്ട്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ വാല്യൂ ആണ്. 7 താഴോട്ട് ആസിഡും 7 മുകളിലോട്ട് ബേസ് ആണ്. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ്. അത് എന്തിനു സഹായിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഒരു സൊല്യൂഷന്റെ pH റെസിസ്റ്റ് ചെയ്യുന്നു, pHന്റെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നു.
ബഫർ സൊല്യൂഷന് ആസിഡ് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയിലും മെഡിക്കൽ ഫീൽഡിലും എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? ബഫറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അയണൈസേഷൻ ഓഫ് വാട്ടർ കോൺസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞു. ഈ വാല്യൂസ് എന്ത് ചെയ്തേക്കണം? പഠിച്ചു വെച്ചേക്കണം. എന്തിന്റെ? നമ്മുടെ ഇതിന്റെ വാല്യൂ, ഈ നമ്മുടെ അയണിക് പ്രോഡക്റ്റിന്റെ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ പഠിച്ചു വെക്കണം. റൂം ടെമ്പറേച്ചറിലുള്ളത് H+ന്റെ വാല്യൂ പഠിച്ചു വെച്ചേക്കണം. ഈ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് വേണ്ട, ഇതിന്റെ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡിസോസിയേഷൻ ഓഫ് വാട്ടറിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് H+ന്റെ OH- കോൺസെൻട്രേഷൻ വെച്ചിട്ട് ആസിഡ് ആണോ, ബേസ് ആണോ, ന്യൂട്രൽ ആണോ. ഹൈഡ്രോളിസിസ് പറഞ്ഞു. ആസിഡും ബേസും ചേർന്ന് എന്തുണ്ടാകുന്നു? സാൾട്ട് ഉണ്ടാകുന്നു. സാൾട്ട് ഹൈഡ്രോളിസിസ് 3 ടൈപ്പ് ഉണ്ട്. സാൾട്ട് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ഉള്ളത്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ഉള്ളത്, വീക്ക് ആസിഡും വീക്ക് ബേസും ഉള്ളത്. ഇനി സോളിബിലിറ്റി പറഞ്ഞു. നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലുബിലിറ്റി എന്ത് ചെയ്യുന്നു? ജനറൽ കേസിലാണേ സോലുബിലിറ്റി കൂടുന്നു. അപ്പൊ സോലുബിലിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹൈലി സോളുബിൾ, സ്ലൈറ്റ്ലി സോളുബിൾ, സ്പെയറിംഗ്ലി സോളുബിൾ എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഡെൽറ്റ ജിയുടെ വാല്യൂസ്, സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ വാല്യൂസ്, കെയുടെ വാല്യൂസ്, റിയാക്ഷൻ കോഷ്യൻസിന്റെ വാല്യൂസ്, ഇത്രയും കാര്യങ്ങളും എന്താണ് അയോണിക് പ്രോഡക്റ്റ്, പിന്നെ ഓരോ കൺസെപ്റ്റിലെ ആസിഡ് ആരാ, ബേസ് ആരാ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തേക്കണം? നോക്കി വെച്ചേക്കണം. ഇതിനകത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.